എല്ലാ പ്രേക്ഷകർക്കും ഈ ചാനലിൻ്റെ അടുത്ത ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് അവലോസ് ഉണ്ട ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ളതാണ്. ഇത് നമ്മൾ 2 സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജിലെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് നമ്മൾ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. ഈ പച്ചരി നമ്മൾ വെള്ളത്തിൽ കഴുകി കുതിർത്ത് വാരിയെടുക്കണം. ഏകദേശം 5 മണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെക്കും. അതിനുശേഷം വെള്ളം പോകാനായിട്ട് ഒരു 1-1.5 മണിക്കൂറോ നമ്മൾ വെക്കണം. തേങ്ങ 2 കപ്പ്, എള്ള് 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണിത്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി വെള്ളമെല്ലാം പോയി നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മിക്സിക്കകത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടി പുട്ടിൻ്റെയൊക്കെ പൊടിയുടെ പരുവത്തിന് പൊടിച്ചെടുക്കണം. നമ്മൾ ചെറിയ തരം ഉണ്ടായിരിക്കണം ഈ പൊടിയിൽ. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും പൊടിയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള്, ജീരകം, ഉപ്പ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചെടുത്ത പച്ചരിയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ട്രഡീഷണലി നമ്മൾ ഉരുളിയാണ് അവലോസ് പൊടി വറുത്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അവലോസ് പൊടി വറുത്തെടുക്കാൻ നമ്മൾ ഉരുളി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് പാനാണ്. ഇതിലും നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏകദേശം 10 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. തേങ്ങാപ്പാലും അതുപോലെ അരിപ്പൊടിയും നന്നായിട്ട് ഒന്ന് പിടിക്കണം. ഇത് നന്നായിട്ടൊന്ന് ഞെരടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് സ്റ്റൗവിലോട്ട് മാറ്റാവുന്നതാണ്. മീഡിയം തീയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒച്ച കേൾക്കാം. ആ ഒച്ച മാറുന്നതാണ് നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ഇത് വറുത്തെടുത്ത് കഴിയുമ്പോൾ. നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് ഇവിടെ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ഏകദേശം 1/2 മണിക്കൂർ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. മാറി നിൽക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒച്ച ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പരുവമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ഏകദേശം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കിന് നമുക്കിതെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പിലെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നേരത്തെ വറുത്തെടുത്ത പൊടിയാണ്. ഇത് കട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് അവലോസ് ഉണ്ട പിടിച്ചെടുക്കാനായിട്ട് ഇവിടെ എടുക്കേണ്ടത്. ഇതിൻ്റെ കട്ട നമുക്ക് ഒന്നെങ്കിൽ അരിപ്പ കൊണ്ട് തെള്ളിയോ മിക്സിയിലിട്ട് അടിച്ചോ അവലോസ് ഉണ്ട പിടിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഏകദേശം 10-12 ഏലക്ക പൊളിച്ചെടുത്തതാണിത്. അതുപോലെ ശർക്കര 250 ഗ്രാം എടുക്കുന്നുണ്ട് നമ്മളിവിടെ. അവലോസ് ഉണ്ട പഞ്ചസാരയിലും പിടിച്ചെടുക്കാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ അത് കാണിക്കുന്നതാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏലക്ക പൊളിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സിക്കകത്ത് ഇതൊന്ന് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇത് ശരിക്കും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അവലോസ് ഉണ്ട ഉണ്ടാക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഇത്. ഇത് പാനിയാക്കി എടുക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് നാരങ്ങ നീരൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ പാനിയാക്കി എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കൺസിസ്റ്റൻസി വേണം. ഉണ്ട പിടിച്ചെടുക്കാനായിട്ട് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയില്ല എങ്കിൽ ഭയങ്കര പാടായിരിക്കും ഉണ്ട പിടിച്ചെടുക്കാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാനായിട്ട് ശർക്കര പാനിക്ക് കിട്ടേണ്ടത്. ഈ ഒരു കറക്റ്റ് പരുവായി കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് പെട്ടെന്ന് ഇത് തണുപ്പ് മാറുന്നതിന് മുമ്പ് നമുക്ക് പൊടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഉണ്ട പിടിക്കാം. അവലോസ് ഉണ്ട പിടിച്ചെടുക്കുമ്പോൾ ശർക്കര പാനിക്ക് ഈ ഒറ്റ നൂലായിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ സ്ട്രിങ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലെ. ഇനി നമുക്ക് ഈ പാനിയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലോസ് പൊടിയും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച്. അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ഏലക്കായും പഞ്ചസാരയും കൂടിയുള്ള പൊടിയും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവലോസ് ഉണ്ട പിടിച്ചെടുക്കാം. നമ്മളിവിടെ ചെറിയ ഉണ്ടകളായിട്ടാണ് അവലോസ് ഉണ്ട പിടിച്ചെടുക്കുന്നത്. ഇത് കുറച്ച് നേരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് പിടിച്ചെടുക്കണം. ചൂടോടെ തന്നെ നമ്മളിത് പിടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒന്നുകൂടെ മുറുക്കി പിടിക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് പൊടി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവലോസ് ഉണ്ട പിടിച്ചതിന് ശേഷം ആ പൊടിയിൽ നിന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞാൽ അവലോസ് ഉണ്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. എല്ലാവർക്കും വലിയൊരു നന്ദി.